ഇറാനുമായി ട്രംപ് ഭരണകൂടം പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ പുറത്തുവന്ന CBS ന്യൂസ് YouGov സർവേ ഫലങ്ങൾ ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയാകുന്നു. കൂടുതൽ വിട്ടുവീഴ്ചയ്ക്കായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനേക്കാൾ ട്രംപ് ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം എന്നാണ് 78% അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ കരാറിനെ ജനങ്ങൾ അനുകൂലിക്കുന്നത് ഇതൊരു നല്ല നീക്കമായതുകൊണ്ടല്ല, മറിച്ച് ഈ യുദ്ധം ഒരു വൻ പരാജയമാണെന്ന് അവർ കരുതുന്നതുകൊണ്ടാണെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന ചിന്തയിലാണ് അമേരിക്കൻ ജനത. സർവേയിൽ പങ്കെടുത്ത വെറും 22% ആളുകൾ മാത്രമാണ് ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതുവരെ യുദ്ധം തുടരണം എന്ന നിലപാട് സ്വീകരിച്ചത്. ഈ കണക്കുകൾ ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വാൻസിനും ലഭിച്ച വലിയ ജനപിന്തുണയാണെന്ന് ഭരണകൂടത്തിന്റെ ഉപദേശകർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ആർക്കാണ് ലാഭം? ഈ കരാർ അമേരിക്കക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് വെറും 22% പേർ മാത്രമാണ്. എന്നാൽ 37% ആളുകൾ ഇത് ഇറാനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നതെന്ന് കരുതുന്നു. സ്വന്തം പാർട്ടിയിൽ പോലും അതൃപ്തി. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 39% ആളുകൾ മാത്രമേ ഇത് അമേരിക്കയ്ക്ക് അനുകൂലമാണെന്ന് സമ്മതിക്കുന്നുള്ളൂ. അതായത് സ്വന്തം പാർട്ടിയിലെ 10ൽ 4 പേർ മാത്രമാണ് ഇതിനെ ഒരു വിജയമായി കാണുന്നത്. ഈ യുദ്ധം തന്ത്രപരമായി ഒരു വലിയ പരാജയമായിരുന്നുവെന്ന് 45% പേർ വിശ്വസിക്കുമ്പോൾ വിജയമായിരുന്നുവെന്ന് കരുതുന്നത് വെറും 29% പേർ മാത്രമാണ്. ഇറാന്റെ ആണവ പദ്ധതി സ്ഥിരമായി നിർത്തലാക്കുക എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഈ കരാർ നടപ്പിലായാലും അത് സംഭവിക്കില്ലെന്ന് 69% അമേരിക്കക്കാരും 45% റിപ്പബ്ലിക്കന്മാരും വിശ്വസിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒരു സമാധാന കരാർ ഉണ്ടായാലും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ സാധ്യതയില്ലെന്ന് മുൻപ് നടന്ന ഫോക്സ് ന്യൂസ് പോളിംഗും വ്യക്തമാക്കിയിരുന്നു. 68% പേർ കരുതുന്നത് ഈ കരാർ പൂർത്തിയായാലും മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്നും ഇറാനെ തടയാൻ കഴിയില്ലെന്നാണ്. 79% പേരുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധം ഇറാന്റെ ഭരണാധികാരികളെ അമേരിക്കയോട് കൂടുതൽ അനുഭാവമുള്ളവരാക്കി മാറ്റിയിട്ടില്ല. 74% ആളുകൾ വിശ്വസിക്കുന്നത് ഇറാന്റെ ജനങ്ങളെ സുരക്ഷിതരും സ്വതന്ത്രരുമാക്കുമെന്ന ട്രംപിന്റെ ലക്ഷ്യം യുദ്ധത്തിലൂടെ കൈവരിക്കാനായില്ല എന്നാണ്.